ഇസ്രായേൽ ജനം ആനന്ദത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയതുപോലെ മിശിഹായുടെ പിറവി ദിനവാർഷികം ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. ഈ ദിനത്തെ മനുഷ്യാവതാര ദിനം എന്നാണ് നാം പറയുക. മതബോധന ഗ്രന്ഥം ഇതേക്കുറിച്ച് 461 ഖണ്ഡികയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: വചനം മാംസമായി എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യത്തെ ആസ്പദമാക്കി മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി എന്ന സത്യം പ്രകാശിപ്പിക്കുവാൻ മനുഷ്യാവതാരം എന്ന വാക്കാണ് സഭ ഉപയോഗിക്കുന്നത്. മനുഷ്യനായി പിറന്ന ഈശോ മിശിഹ കുരിശിലെ ബലിയിൽ പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതിയുടെ അനുസ്മരണവും ആചരണവും ആഘോഷവുമാണ് അനുദിനം വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നത്. മിശിഹായിലും മിശിഹ വഴിയും പൂർത്തിയായ രക്ഷാകര പദ്ധതിയിലെ അതിനിർണായകമായ സംഭവമാണ് തിരുപ്പിറവി അല്ലെങ്കിൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരം. മനുഷ്യാവതാര രഹസ്യം പരിചിന്തനം ചെയ്യുന്ന ഇക്കാലത്ത് ഈ ദൈവീക രഹസ്യവും അനുദിനം നാം ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കുകയാണ് ഈ വീഡിയോ ക്ലിപ്പിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് സ്വർഗീയ ഗണങ്ങളുടെ കീർത്തനം ആലപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അവിടുത്തെ പിറവിയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നതാണ്. വിശുദ്ധ കുർബാനയും തിരുപ്പിറവിയും തമ്മിലുള്ള അടിസ്ഥാനമാണ് ഈ കീർത്തനം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് നമ്മെ ബെത്ലഹേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതുമാണ്. കുർബാനയിലെ തുടർന്നുള്ള സങ്കീർത്തന ആലാപനം മിശിഹായുടെ വരവിനെ കുറിച്ച് പഴയ നിയമം എന്തു പറയുന്നുവെന്നും അതിനായി ഇസ്രായേൽ ജനങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ തിരുപ്പിറവിയിൽ പ്രധാനമായി 2 കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, ദൈവം ആരാണ്? ദൈവം സ്രഷ്ടാവും പരിപാലകനും രക്ഷകനും മനുഷ്യന്റെ ലക്ഷ്യവുമാണ് എന്ന് വെളിവാക്കുന്നു. അതാണല്ലോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവം, അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോവുകയില്ല, അവൻ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വിശുദ്ധ അത്തനാസിയൂസ് മനുഷ്യാവതാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക: മനുഷ്യനെ ദൈവമക്കളാക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനായത് എന്ന്. രണ്ടാമത്, നാം മനുഷ്യർ ഞാൻ ആരാണെന്ന് ഈശോയുടെ പിറവി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അതായത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ പുത്രന്റെ ഛായയിൽ, അതായത് യഥാർത്ഥ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അവന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം. ഇതാണ് മനുഷ്യാവതാരം നമ്മോട് പറയുക. ഈ രക്ഷാകർമ്മം പൂർത്തിയാക്കാനായിട്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി പിറന്നത്. തെയദോറിൻ്റെ അനാഫറയിലെ
ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മെ പരിശുദ്ധ കുർബാനയിൽ ഓർമ്മിപ്പിക്കുന്നു: മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലനായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ ദൈവിക രഹസ്യമാണ് വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും. ഈ രഹസ്യമാണ് നാം കുർബാനയിൽ ചൊല്ലുകയും പാടുകയും ചെയ്യുന്നത്. ഉച്ചരിക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് അനുഭവമായിട്ട് മാറുന്നത്. അതുവഴി തിരുപ്പിറവിയും അതിലൂടെയുള്ള നിത്യരക്ഷയും എൻ്റേതായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഈ ലക്ഷ്യമാണ് മതബോധന ഗ്രന്ഥം 458, 457, 461 എന്നീ ഖണ്ഡികകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവവുമായി നമ്മെ അനുരഞ്ജിപ്പിച്ച് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വചനം മാംസമായത്. ദൈവസ്നേഹം എത്രമാത്രം ആഴമുള്ളതാണെന്ന് മനുഷ്യർ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി പിറന്നത്. തിരുപ്പിറവി വഴി ദൈവപുത്രൻ നമുക്ക് വിശുദ്ധിയുടെ മാതൃക നൽകുകയാണ് ചെയ്തത്. ഇതാണ് നാം പരിശുദ്ധ കുർബാനയിൽ കൽപ്പനാനുസരണ പ്രാർത്ഥനയിൽ നന്ദി പറയാൻ കഴിയാൻ തക്ക വിധം അത്ര വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റുചൊല്ലുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഈ വലിയ രഹസ്യങ്ങൾ നാം പരികർമ്മം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ 2 അനുഭവങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുക: അനുരഞ്ജനത്തിൻ്റെയും രക്ഷയുടെയും. അനുരഞ്ജനത്തിൻ്റെയും രക്ഷയുടെയും കുദാശയാണ് വിശുദ്ധ കുർബാന. ഈശോ കുരിശിലെ രക്ഷാകരമായ ബലിയിലൂടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ചു. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും തമ്മിൽ നമ്മെ രഞ്ജിപ്പിച്ചു. ഈ 2 വലിയ അനുഗ്രഹങ്ങളാണ് കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത്. ഇത് സാധ്യമാകുന്നതിനായിട്ടാണ് തൻ്റെ പുത്രനെ മനുഷ്യനായി പിതാവായ ദൈവം അയച്ചത്. ഈ പുത്രനിൽ നാമും ദൈവവും കണ്ടുമുട്ടുകയാണ് ചെയ്യുക. പൂർണ്ണമായ അനുരഞ്ജനത്തിനായി മനുഷ്യനായി പിറന്ന ഈശോ പാപപരിഹാരകനും പാപപരിഹാര വസ്തുവുമായി ബലിയർപ്പിച്ചു. ഇത് ഏറ്റുപറഞ്ഞ് രക്ഷകനായി നാം ആഘോഷിക്കുന്നതാണ് അനുദിനം അർപ്പിക്കുന്ന കുർബാന. ഈ അനുരഞ്ജനത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് പാപം. അതിൽ നിന്നുള്ള മോചനത്തിനായിട്ടാണ് കുർബാനയിൽ നാം അനുരഞ്ജന ശുശ്രൂഷ നടത്തുന്നത്.
അനുരഞ്ജന കാറോസൂസ ജപിക്കുന്നതിലൂടെ ഈ അനുരഞ്ജനം നമുക്ക് സാധ്യമാവുകയാണ്. അതിനൊരുക്കമായിട്ടാണല്ലോ ശുശ്രൂഷി ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ഭക്തിയാദരവോടെ, നിർമ്മല ഹൃദയത്തോടെ, സത്യവിശ്വാസത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, വിനീത മനസ്സോടെ, നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെ, അഗാധമായ മനസ്താപത്തോടെ, അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് കൃപയും പാപമോചനവും പ്രാപിക്കാം എന്ന്. അപ്പത്തിന്റെ ഭവനമാണ് ബെത്ലഹേം. ഈ ബെത്ലഹത്ത് ദൈവപുത്രൻ മനുഷ്യനായത് അപ്പമായി തീരാനായിട്ടാണ്. അവൻ നമുക്ക് നിത്യജീവന്റെ അപ്പമായി തീരാനായിട്ടാണ് അപ്പത്തിന്റെ ഭവനത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നത്. അതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ബെത്ലഹത്ത് ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും അവിടുത്തെ കാണാൻ കഴിഞ്ഞു. എന്നാൽ നമുക്ക് വിശുദ്ധമായ അൾത്താരയിൽ കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും കൈക്കൊള്ളാനും ഭക്ഷിക്കാനും സ്വന്തമായി കൂട്ടുകാരനായി വീട്ടിൽ കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നതാണ്. ബെത്ലഹത്തിൽ പിറന്ന ഈശോ തന്നെയാണ് നമുക്ക് അപ്പമായി അൾത്താരയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ അപ്പം ഭക്ഷിക്കുന്നത് വഴി നമുക്ക് അവൻ്റെ ഭാഗമായി തീരാം, അവൻ്റെ ശരീരമായി തീരാം. അവൻ്റെ രക്തം പാനം ചെയ്യുന്നത് വഴി അവനുമായി രക്തബന്ധുക്കളാകാൻ നമുക്ക് കഴിയും. അങ്ങനെ അവനിലൂടെ ദൈവ ഐക്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ദൈവമക്കളായ നമുക്ക് ദൈവപുത്രന്റെ പിറവിയോടെ അവനിലൂടെ ദൈവമക്കളാകാൻ നമുക്ക് അനുഗ്രഹം നൽകുന്നു. ഈ യാഥാർത്ഥ്യമാണ്, ഈ ദൈവീക രഹസ്യമാണ് വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നത്. ഈ അനുഭവത്തിനായി ഭൂവാസികളായി നമുക്ക് സ്വർഗവാസികളോട് ഒന്നിച്ച് പാടി സ്തുതിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മതബോധന ഗ്രന്ഥത്തിൽ സഭ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കാൻ വേണ്ടിയാണ് വചനം മാംസമായി ഈശോയായി പിറന്നത്. ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി, ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ദത്തുപുത്രസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിന് വേണ്ടിയാണിത്. നമ്മൾ ദൈവമക്കളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി. തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗഭാക്കുകളാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവമക്കളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. ഈ അനുഭവമാണ് അനുദിനം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നതും ലഭിക്കേണ്ടതും. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പിറവി തിരുനാൾ ആശംസിച്ചുകൊണ്ട്